എന്നിട്ട് കഴിഞ്ഞ ദിവസം PC ജോർജ് നടത്തിയ ലവ് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കാസ PCക്ക് അനുകൂലമായി രംഗത്ത് വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ലവ് ജിഹാദ് വീണ്ടും ചർച്ചയായി. ഇതുണ്ട്, ഇതില്ല എന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ വന്നു. അവസാനം ഇതിനെ തെളിവ് എവിടെ എന്നാണ് പല മാധ്യമ പ്രവർത്തകരും ഈ പറയുന്നത് പോലെ അങ്ങോട്ട് കയറി ചോദിക്കാൻ തുടങ്ങിയത്. ഇതിനിടയിൽ KCBC രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ബിഷപ്പ് കൗൺസിൽ രംഗത്ത് വന്ന സമയത്ത് അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയും PCക്ക് അനുകൂലമായിട്ട് ഈ പറയുന്നത് പോലെ പ്രണയക്കെണിയും അതുപോലെ ലഹരിക്കെണിയും ഉണ്ട്, അതുകൊണ്ട് PCയെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കാസയെ മാറ്റി നിർത്താം, പക്ഷേ KCBCയും സിറോ മലബാർ സഭയും ഇത് പറയുമ്പോൾ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം ബോധ്യപ്പെട്ടു എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അവർക്ക് നേരത്തെ, ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നേരത്തെ മാറാലഞ്ചേരിയുടെ എറണാകുളത്ത് ആർച്ച് ബിഷപ്പായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രസ്താവനകൾ, അത്തരത്തിൽ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. വളരെ പരസ്യമായിട്ടുള്ള രീതിയിൽ വന്ന് പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയാണ്. പാലാ ബിഷപ്പ് കൃത്യമായിട്ട് നർക്കോട്ടിക്സ് ജിഹാദിനും അതുപോലെ ലവ് ജിഹാദിനെതിരായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഇവരാകെ ചോദിക്കുന്ന, കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ലവ് ജിഹാദ് ഇല്ലല്ലോ എന്ന്. ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സംജ്ഞ ഉണ്ടാവില്ല, അത് നമ്മൾ വേണമെങ്കിൽ എഗ്രി ചെയ്യാം. പക്ഷേ ലവ് ജിഹാദ് ഒരു വസ്തുതയാണ്. ഈ ആളുകളെ പ്രേമിച്ച്, എൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയില്ലേ ഈ പറയുന്ന ഒരാൾ പ്രേമിക്കുക. ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, നിമിഷ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പെൺകുട്ടി, അവളെ പ്രേമിച്ചതാരാ? അവളെ ഒരാൾ പ്രേമിച്ച് അവൾ വിവാഹം കഴിച്ചതാരാ? ഒരാൾ വിവാഹം കഴിക്കുന്നത്. എന്തൊരു കോൺട്രാക്ട് പോലെ പതിച്ചു കൊടുക്കുകയല്ലേ? ഇതിനാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുക. അതേപോലെ നിങ്ങൾക്ക് അറിയാലോ, എറണാകുളത്തേക്ക് പ്രവർത്തിച്ചിരുന്ന ആർഷവിദ്യാ സമാജമുണ്ട്. അവർ ഏകദേശം ഒരു 3000-ഓളം വരുന്ന പെൺകുട്ടികളെയാണ് തിരിച്ചു കൊണ്ടുവന്നവര്. നമ്പർ ഉണ്ടല്ലോ കൃത്യമായിട്ട്. അവർ 4 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ. ഈ പുസ്തകങ്ങൾ കോൺഗ്രസ്സുകാരെന്ന് വായിച്ചു നോക്ക്. അത് എഴുതിയിരിക്കുന്ന ആളുകളുടെ പേരുകളൊക്കെ ഞാൻ പറയാം. ആ പുസ്തകങ്ങൾ ഇരുന്ന് വായിച്ചു നോക്ക്. ശ്രുതി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് പുസ്തകം എഴുതിയിരിക്കുന്ന മധുവും അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു കൗൺസിലറൊക്കെ ആയിട്ടുള്ള ആൾ, അദ്ദേഹം കൂടി ചേർന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ വേറെ ചിത്ര തുടങ്ങിയിട്ടുള്ള ആളുകൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആതിര പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ തരമുള്ള ആളുകളുടെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത് ലവ് ജിഹാദോ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള നാമധേയത്തിൽ വരുന്ന ഹിന്ദു പെൺകുട്ടികളെ, ക്രൈസ്തവ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താനുള്ള ബോധപൂർവമായിട്ടുള്ള പരിപാടിയെ സംബന്ധിച്ചാണ് വരുന്നത്. ഇത് ഇല്ലാന്നാരും പറഞ്ഞിട്ടില്ല, ഇതുണ്ടല്ലോ. ഇത് കോൺഗ്രസ്സുകാരൻ ഇന്നിപ്പോൾ ഇല്ല എന്ന് പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മത്സരിക്കുകയാണ്. അവർ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായിട്ട് കൈകോർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു വലിയൊരു വെപ്രാളത്തിലാണ് അവര്. മുസ്ലിം സമുദായത്തിന്റെ വോട്ട് എൻ ബ്ലോക്കായിട്ട് കിട്ടുമെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് അവര്. അത് ഇവരെക്കാലത്തും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തിന്റെ കാലഘട്ടം തുടങ്ങിയിട്ട് എടുത്തിട്ടുള്ള നിലപാട് ശരിക്കും കോൺഗ്രസിന്റെ അതാണ്. ആ നിലപാടിനാണ് ഇവരിപ്പോഴും പിന്തുടർന്നുകൊണ്ട് വരുന്നതാണ്. ഇവർക്ക് ഇന്നിപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇരയാണ് PC ജോർജ്. കാരണം PC ജോർജ് ഏത് കാര്യം വെട്ടി തുറന്നെങ്കിൽ സംസാരിക്കും. ഒരുപക്ഷെ നിർഭയമായിട്ട്, ഹൈന്ദവ നേതാക്കളെക്കാൾ കൂടുതൽ നിർഭയമായിട്ട് സംസാരിക്കുന്ന ആൾ PC ജോർജാണ്. അത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്തൊരു വെപ്രാളാണ്. കാരണം ഇവർക്ക് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഇവർക്ക് കിട്ടാണ്ട് വരുമോ? ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ ഓൾറെഡി ഇവര് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചുണ്ട്. പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന ഒരു 30%, 28% തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് കിട്ടുകയാണെങ്കിൽ, UDFന് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഭരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ്സുകാരനുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരൻ PC ജോർജിന്റെ മെക്കെട്ട് കയറുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. പക്ഷേ PC ജോർജ് പറയുന്ന സംഭവങ്ങൾ വൈക്കത്ത് സംഭവമില്ല എന്ന് ഇവർക്ക് പറയാൻ സാധിക്കുമോ? സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് ഇവർക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? ഈ തരം കാര്യങ്ങളൊക്കെ പറയുന്നത് മുസ്ലിം നേതാക്കന്മാർ തന്നെ സമ്മതിച്ചിട്ടുള്ള വസ്തുതയാണത്. പിന്നെ എങ്ങനെ ഈ കോൺഗ്രസ്സുകാരന് സംശയമുള്ളത്? പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിൽ പലപ്പോഴും കേസ് കൊടുക്കുന്ന ആളുകളോ കേസിന്റെ പിന്നിലുള്ള ആളുകളോ മുസ്ലിം നാമധാരികളായിട്ടുള്ള കോൺഗ്രസിൽ പെട്ടുള്ള ആളുകളാണ്. ഈ പലപ്പോഴും ഈ സാധാരണ മുസ്ലിങ്ങളെ ഒരിക്കലും തീവ്രവാദികളൊന്നുമില്ല. ഇവിടെ തീവ്രവാദികളായിരിക്കുന്ന ആളുകൾ കോൺഗ്രസിൽ പെട്ടുള്ള മുസ്ലിങ്ങളാണ്, SDP പെട്ടുള്ള മുസ്ലിങ്ങളാണ്, ഇവരാണ് പോപ്പുലർ ഫ്രണ്ടിൽ പെട്ടുള്ള ആളുകളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാലോ പഴയ കാലത്ത് എളമരം കരീമിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. മുസ്ലിമിനെതിരാണ് CA എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് സംസാരിച്ച ആളുടെ പേരാണ് എളമരം കരീം. കടുത്ത വർഗീയവാദി.
മുസ്ലിം നാമധാരിയായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള വ്യാജ പേരിലിറങ്ങുന്ന കടുത്ത വർഗീയവാദിയാണ് ഈ പറയുന്ന കരീം മാത്രമല്ലല്ലോ, കോൺഗ്രസിൽ എത്ര നേതാക്കന്മാർ അത്തരത്തിലുണ്ട്. കോൺഗ്രസിലെ നേതാക്കന്മാർ മുസ്ലിം നാമധാരികളിൽ ഇവരാർക്കെങ്കിലും ജനാധിപത്യ ബോധമുണ്ടോ? ഇവർക്കാർക്കെങ്കിലും മതേതരത്വ ബോധമുണ്ടോ? ഇവർ മുസ്ലിം ലീഗായിട്ട് സഖ്യം വേണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറ്റം മുസ്ലിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്ന തീവ്രവാദികളായിരിക്കുന്ന ആളുകൾ, മുസ്ലിം സവർണരായിരിക്കുന്ന ആളുകൾ ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒന്നിച്ചു കൂട്ടായിട്ട് വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ നിൽക്കുന്നത്. ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ക്രൈസ്തവ ജനവിഭാഗത്തിനാണ്. കാരണം ഇന്ന് ഹൈന്ദവ ജനവിഭാഗത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തിട്ടുണ്ടെങ്കിൽ ആ രാമക്ഷേത്രം തകർത്ത സ്ഥലത്ത് പുനർജനിപ്പിക്കാനുള്ള ശക്തി ഇന്ത്യയിലെ ഹിന്ദുവിനെ സംബന്ധിച്ചുണ്ട്. ഹിന്ദുക്കളോട് രാമക്ഷേത്രം ഉയർത്തും. ഇവിടെ ഏതെങ്കിലും ഹൈന്ദവ ദേവാലയത്തിന് ഇപ്പൊ തന്നെ പറയാലോ, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. ചില മാധ്യമങ്ങളുടെയൊക്കെ കൂട്ടുണ്ടായിരുന്നല്ലോ. അവസാനം എന്താ സംഭവിച്ചത്? അവരുടെ ചില നവോത്ഥാന മതിലുകളൊക്കെ തീർത്തല്ലോ. പർദ്ദ ധരിച്ചിട്ടുള്ള ആളുകൾ വെച്ചിട്ട് അല്പം ഒരു ഉളുപ്പ് വേണ്ടേ ഇവന്മാർക്കൊക്കെ? പർദ്ദ ധരിച്ചിട്ടുള്ളവരെ വെച്ചിട്ടാണോ നവോത്ഥാന മതിലുണ്ടാക്കണത്? ഇപ്പൊ ഈ സാധനം ഹിന്ദുക്കൾക്ക് പ്രശ്നം വന്നാലേ ചോദിക്കാൻ RSSനെ പോലുള്ള കരുത്തുറ്റ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അവർ സംഗതി ചോദിക്കും. ഹൈന്ദവ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുകൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവരുടെ നാഥനാണ് ഇന്ന് PC ജോർജ്. അവരുടെ നാവാണ് PC ജോർജ്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന PC ജോർജാണ്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭ അടക്കമുള്ളവര് 2 ദിവസക്കാലം വൈകിട്ടാണെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. ആദ്യ സമയത്ത് കാസ മാത്രമാണ് പിന്നാലെ ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ ഓരോരുത്തരായിട്ട് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള കാരണം എല്ലാ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കും മനസ്സിലായി തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന് ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസിന്റെ നയപരിപാടികളാണ്. അതിനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നയപരിപാടികളാണ്. ഇതിവർക്ക് ബോധ്യമായി. ഞാൻ വേറൊന്ന് പറയട്ടെ, ഇപ്പൊ വഖഫിന്റെ നിയമം കൊണ്ടുവന്നല്ലോ. അത് ആദ്യം കൊണ്ടുവന്ന ആരാ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് നെഹ്റുവാണ്. 1954-55 മറ്റേ ഉണ്ടാക്കുന്നത്. അതിന് ഫസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്ന ആരാ? 1995 നരസിംഹറാവു. സെക്കൻഡ് അമെന്റ്മെന്റ് കൊണ്ടുവന്ന ആരാ? മൻമോഹൻ സിംഗ്. അത് പ്രകാരം ഇവർക്ക് കോടതിയിൽ പോലും പോകാൻ സാധ്യമല്ല. മുനമ്പമടക്കമുള്ള നിരവധി പ്രദേശങ്ങളിലെ ക്രൈസ്തവരുടെ ഭൂമി വഖഫിന് കൊടുത്തതായിട്ട് രേഖകൾ ഉണ്ടാക്കി ആ രേഖാപ്രകാരം മുഴുവൻ ഭൂമി വഖഫിന്റെ ആകുന്നു. അവിടെ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ച ക്രിസ്ത്യാനികള്, സാധാരണക്കാരായിരിക്കുന്ന കഷ്ടപ്പെടുന്ന ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ഈ സമയത്ത് കോൺഗ്രസ്സുകാരെന്താ ചെയ്തേ? കോൺഗ്രസ്സുകാരൻ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് വഖഫിന്റെ ഭേദഗതി വരുത്തുവാനുള്ള ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ അട്ടിമറിക്കാൻ നടത്തിയത്. അവര് പറഞ്ഞു ഞങ്ങൾ വഖഫ് നിയമത്തെ ഞങ്ങൾ പിന്താങ്ങില്ല, വഖഫിന്റെ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കണം എന്ന് വെച്ചാൽ 618 വീട്ടുകാര് അവിടെ കടലിൽ മുങ്ങി ചത്തോട്ടെ എന്നാണ് കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്. എറണാകുളത്തെ കോൺഗ്രസിന്റെ MP അടക്കമുള്ള ആളുകള്, ഇവര് വോട്ട് മേടിച്ച് ജയിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാര്, ഇവര് വോട്ട് മേടിച്ചിട്ട് ജയിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ ക്രിസ്ത്യാനി ഏതെങ്കിലും പണ്ടാരം പോയിട്ട് ഏതെങ്കിലും കടലിൽ പിടി ചത്തോട്ടെ എന്നാ പറയുന്നത്. ഇതൊരു മര്യാദയാണോ ഇത്? ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്നതാണോ ഇത്? ഇതിനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയ്ക്ക് ആശങ്കകളുണ്ട്. ഈ ഭൂമി ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തില്. അങ്ങനെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ഭൂമി നഷ്ടപ്പെടുന്നു, അവന്റെ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നു, അവന്റെ വിദ്യാലയങ്ങൾ നഷ്ടപ്പെടുന്നു, അവന് ജീവിക്കാൻ സാധ്യമാകുന്നില്ല, അവന്റെ പെൺകുട്ടികളെ ബലാത്കാരമായിട്ട് പല സ്ഥലത്തും പിടിച്ചുകൊണ്ടു പോകുന്നു. ഈ പീസ് ഇന്റർനാഷണൽ സ്കൂൾ നടന്ന സംഭവം എന്താ? ഇവരെന്താ ചർച്ച നടത്താത്തെ? കേരളത്തിലെ ഏതെങ്കിലും MP അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്താ അവിടെ പഠിപ്പിച്ചെന്താണ്? ക്രിസ്ത്യാനിയായിട്ടൊരു കുട്ടിയെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് അടുത്തിരിക്കുന്ന ക്രൈസ്തവ വിദ്യാർത്ഥിയെ അവിടെ ഇരിക്കുന്ന സഹപാഠിയായിരിക്കുന്ന മുസ്ലിമിനോട് പഠിപ്പിക്കാൻ പറയുന്നത് എറണാകുളത്തെ പീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സർക്കാരിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന NOC വാങ്ങിച്ച സ്ഥാപനത്തിൽ നടന്ന സംഭവം. ഇത് അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ, കുറച്ചായിട്ടേ ഉള്ളൂ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. എന്ത് നടപടിയാണ് ഇവരെടുത്തത്? ഇവര് ഹൗസ് സ്കൂൾ അടച്ചുപൂട്ടാൻ പറഞ്ഞോ? ഹൗസ് സ്കൂൾ നടത്തിക്കൊണ്ടുപോയില്ലേ ഏറെക്കാലം? അപ്പൊ അങ്ങനെയുള്ള ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേപോലെ എടുക്കുന്ന സമയത്ത് ക്രിസ്ത്യാനിക്ക് ഒരു രക്ഷകൻ വേണ്ടേ? ക്രിസ്ത്യാനിക്ക് രക്ഷകൻ വേണം.
ആ ക്രിസ്ത്യാനിക്ക് രക്ഷകൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും മിതമായിട്ടുള്ള ഭാഷയിലാണ് ഇസ്ലാമിക തീവ്രവാദം എന്നുള്ള പദപ്രയോഗം പോലും നടത്താതെ കണ്ടാണ് അന്ന് KCBC സമ്മേളനത്തിലെ PC ജോർജ് സംസാരിക്കുന്നത്. PC ജോർജ് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിലാണ്. ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും എനിക്കതിന് തെറ്റ് മനസ്സിലാവുന്നില്ല. ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ്, ആ സംജ്ഞയുടെ പേരിലാണ് ഇവരുടെ തർക്കം മുഴുവനുള്ളത്. അതാണ് വസ്തുത. എന്താണോ ലവ് ജിഹാദ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എന്നേ. ഏത് കാര്യം ഇല്ലാത്തത്? അതുകൊണ്ട് ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ പല സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അതിൽ എല്ലാവരും ഇല്ലെങ്കിൽ പോലും പല ആളുകളും വെളിപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത്, ഇത്തരം മതം മാറ്റവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ഒരു രക്ഷയുമില്ലാതെ എത്തുന്നത് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കാണ്. അവിടെ നിന്ന് സൈക്യാട്രിസ്റ്റുകളുടെ അടുത്തേക്ക് വരെ എത്തുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ഭയം വരുന്നുണ്ട് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് ഈ ഉദാഹരണത്തിന്, നിങ്ങളുടെ മതത്തിലെ ദൈവം ആനയുടെ തലയുള്ള ദൈവമല്ലേ, ഇങ്ങനെയൊക്കെ ദൈവമുണ്ടോ? പെരിച്ചാഴിയെ വാഹനമാക്കുന്ന ദൈവം, അതുപോലെ സിംഹത്തെ വാഹനമാക്കുന്ന ദൈവം, ഇതൊക്കെ കാർട്ടൂണാണ് എന്ന തരത്തിൽ കുട്ടികളോട് പറഞ്ഞ് ഒരു പ്രാഥമികമായ സ്റ്റേജിലൂടെ കടന്ന് അങ്ങ് പോകുന്നൊരു രീതി ഒരു ഭാഗത്ത് കാണുമ്പോൾ, മറ്റൊരു ഭാഗത്ത് എളുപ്പത്തിൽ പ്രണയിച്ച് ഈ മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ക്രിസ്ത്യൻ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ആ രീതിയിൽ പോകുന്നത് എന്നുള്ള പല ആളുകളും പറയുന്ന വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. അല്ല, ഇത് വളരെ എളുപ്പമാണ്. ക്രിസ്ത്യൻ ഇപ്പൊ ഹിന്ദു കുട്ടികളോട് പറയാവുന്നത് ആനയുടെ തലയുള്ള ദൈവമുണ്ടെന്ന്. പക്ഷേ ഹിന്ദു കുട്ടികൾ വളരെ കരുത്തുള്ളവരാണ്. ആ ഹിന്ദുക്കൾ ഞങ്ങളുടെ ദൈവത്തിന് ആനയുടെ തലയാണുള്ളത്, അതിന് നിനക്കെന്താ? നിന്റെ ദൈവം അവിടെ നിന്ന് മക്കയെന്ന് മദീനയിലേക്ക് ഓടിപ്പോയിട്ടുള്ള ആളെല്ലാം ചോദിക്കുന്ന ധൈര്യമുള്ള കുട്ടികളെന്ന് ഹിന്ദുക്കളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിർഭയമായിട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവർക്ക് RSSനെ പോലുള്ളൊരു പ്രസ്ഥാനത്തിന്റെ പിൻബലം അവരെ സംബന്ധിച്ചുണ്ട്. അവർക്ക് കരുത്തുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇതില്ല. അവൻ വളരെ നിരാശനാണ്. ക്രിസ്ത്യൻ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഒരു ചോദ്യം ഒരു ആളുടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവം ഓടിപ്പോയി, ഹിന്ദുക്കളുടെ ദൈവം തിരിച്ചടി കൊടുത്തു, നിങ്ങളുടെ ദൈവത്തിന് ബുദ്ധി കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ദൈവത്തെ പിടിച്ച് കുരിശി തറച്ചിട്ടു എന്നാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണ ക്രിസ്ത്യൻ കുട്ടി സംശയിക്കും. നിങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്. കൃപാസനവും കലൂരിലെ പള്ളിയൊക്കെ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇവർ സ്വാഭാവികമായിട്ട് ശരിയാണെന്ന് ധരിക്കുന്നത്. കാരണം പേപ്പർ വയറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാവാണെന്ന് പ്രചാരണം നടത്തുന്ന പള്ളിയിലച്ഛന് തലക്കിട്ടേണ്ട് കൊടുക്കേണ്ടതിന് പകരം അതാണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് പമ്പര വിഡ്ഢികളല്ലല്ലോ പുതിയ തലമുറ. സ്വാഭാവികമായിട്ട് അവരിൽ സംശയങ്ങളിലൂടെക്കും. അപ്പം ഞാനതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, കൃപാസനം പോലുള്ള സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടുക തന്നെ വേണം. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെ കടലാസൊന്നും വയറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയും ഗർഭിണിയാവില്ല. അപ്പൊ ഈ തരത്തിൽ അബദ്ധ പഞ്ചാംഗങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന ചില പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദികൾ തന്നെയാണ്. ഇപ്പൊ PC ജോർജ് പറയുന്ന പ്രശ്നം അതാണ്. ഇവിടെ ആത്മവിശ്വാസം കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ വീടുകളിൽ പോകണം. പള്ളിയിലെ അച്ഛന്മാരോട് പറഞ്ഞു, ക്രൈസ്തവ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോകണം, വീട്ടുകാരോട് സംസാരിക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെ PC ജോർജ് പറയുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനൊക്കെ വലിയ വിഷമാണ്. രണ്ടാമത് പറഞ്ഞ് മയക്കുമരുന്നിനെ കുറിച്ചിട്ടാണ്. അത് കോൺഗ്രസ്സുകാരന് അംഗീകരിക്കാനേ പറ്റൂല. മയക്കുമരുന്നിന്റെ മൊത്തക്കച്ചവടക്കാരായിരിക്കുന്ന നിരവധി ആളുകൾ ഉള്ള വലിയൊരു പാർട്ടിയാണത്. അതിന് വലിയ ഇവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. DYFIക്കാരനെ അംഗീകരിക്കാൻ പറ്റൂല. അവര് പല പ്രവർത്തകരും അവിടെ ഈ മൊത്തക്കച്ചവടത്തിൽ പിടിക്കപ്പെടുന്നവരാണ്. അപ്പൊ അതൊക്കെ കൂടി കൊണ്ടാണ് അവർ മൊത്തം PC ജോർജിനെതിരായിട്ട് വരുന്നു. ഏതാണെങ്കിലും PC ജോർജ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ ജനശക്തിയുടെ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണ്. അതുകൊണ്ട് ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുവാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് പോലീസിനെ സംബന്ധിച്ച്. ആദ്യത്തെ കേസിൽ പെട്ടെന്നൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ കേസിൽ വേണോ വേണ്ടോ എന്നുള്ള സംശയം വരാൻ കാരണം ഈ പറയുന്ന ആത്മവിശ്വാസം കണ്ടിട്ട് പോലീസിന്റെ അടക്കം മുട്ടുകാല് കൂട്ടിയിടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും.